ഇന്ന് ഫ്രൈഡേ the 13th. നല്ലൊരു ദിവസമാണ്. 13th of September 2024. നമ്മുടെയൊക്കെ മനസ്സിനെ ശാക്തീകരിക്കുന്ന മൈൻഡ് പ്ലസിൻ്റെ 1383 ദിവസമാണെന്ന്. ഇന്നത്തെ സെഷൻ സൂഫി പോയറ്റും സ്പിരിച്വൽ മിസ്റ്റിക്കുമായിരുന്ന റൂമി ഒരു ഉദ്ധരണിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. The universe is not outside of you. Look inside yourself. Everything that you want, you already are. പ്രപഞ്ചം നിങ്ങളുടെ പുറമേ ഉള്ളതല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. Everything that you want, you already are. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നാണ് റൂമി പറയുന്നത്. വളരെ ഡെപ്ത് ഉള്ളൊരു ഉദ്ധരണിയാണ് അല്ലേ? സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഉള്ള പോയംസ് ആണ് റൂമിയുടെ എല്ലാ പോയംസും. ഈ ഒരു ഉദ്ധരണിയിലൂടെ ശരിയായ പ്രപഞ്ചം നമുക്കുള്ളിലാണെന്നും അതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനെയും ശക്തിയെയുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. When we realize the universe is within us, we know that we are complete and whole. നമ്മൾ സമ്പൂർണരാണെന്നും നമ്മൾ അന്വേഷിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ പരിധിക്കുള്ളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് കാണണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിയണം. ഇന്നത്തെ ടോപ്പിക് ടേണിംഗ് ഇൻവേർഡ്സ്. നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഈ ബാഹ്യ ലോകത്തിനപ്പുറം നമ്മുടെ ആന്തരിക ലോകം അഥവാ ഇന്നർ വേൾഡ് മനസ്സിലാക്കാനായി we have to turn inwards. സത്യം പറഞ്ഞാൽ ഇതിന് കണ്ണ് തുറക്കേണ്ട കാര്യം പോലും ഇല്ല. ബാഹ്യലോകം കാണാൻ കണ്ണ് തുറക്കണം, ആന്തരിക ലോകം കാണാൻ അതുപോലും ചെയ്യണ്ട. എന്നാലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എത്രത്തോളം നോക്കാറുണ്ട് എന്നതാണ് ചോദ്യം. ഞാൻ എൻ്റെ ഇന്നർ വേൾഡ് കാണാൻ തുടങ്ങിയത് മൈൻഡ് പ്ലസിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. മൈൻഡ് പ്ലസ് ഫോർ മീ ഇസ് ദ ബ്രിഡ്ജ് ടു മൈ ഇന്നർ വേൾഡ്. ഈ പ്ലാറ്റ്ഫോം ഡെയിലി നമുക്ക് മനസ്സിലാക്കി തരുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ ശക്തിയെക്കുറിച്ച് തന്നെയാണ്. ശരിയല്ലേ? സോ വാട്ട് ഈസ് ടേണിംഗ് ഇൻവേർഡ്സ്? നോക്കാം. ടേണിംഗ് ഇൻവേർഡ്സ് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് അവർ ഫോക്കസ് ഫ്രം ദ ഔട്ടർ വേൾഡ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽ കൺസേൺസ് ടു ദ ഇന്നർ വേൾഡ് ഓഫ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് കോൺഷ്യസ്നെസ്, encouraging a deeper understanding of oneself, providing growth and empowerment. കുറച്ച് കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, സംഗതി എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ഇവൻറ്റ്സ് സംഭവിക്കുന്നത് ഔട്ടർ വേൾഡിലാണെങ്കിലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഇന്നർ വേൾഡിലാണ്. ശരിയല്ലേ? സോ ഷിഫ്റ്റിംഗ് ആ ഫോക്കസ് ഫ്രം ദ ഔട്ടർ വേൾഡ് ടു ദ ഇന്നർ വേൾഡ് എന്ന് പറയുമ്പോൾ സംഭവങ്ങളുടെയും മെറ്റീരിയൽ കൺസേൺസ്, ഭൗതിക ആശങ്കകളുടെയും ബാഹ്യലോകത്തിൽ നിന്നും ചിന്തകളുടെയും വികാരങ്ങളുടെയും ബോധത്തിൻ്റെയും ആന്തരിക ലോകത്തേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക എന്നാണ് അർത്ഥം. അതിനുള്ള ഒരു രീതിയാണ് ടേണിംഗ് ഇൻവേർഡ്സ്. ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺ സെൽഫ്, പ്രൊവൈഡിങ് ഗ്രോത്ത് ആൻഡ് എംപവർമെൻറ്റ്. അതെ, നമ്മളെ തന്നെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. Helping in our emotional, psychological, mental and spiritual growth. And thus, we get empowered. ഈ വളർച്ചയിലൂടെ നമ്മൾ ശാക്തീകരിക്കപ്പെടുന്നു. നമ്മുടെ ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കി തരുന്ന ഒരു ഉദ്ധരണിയിലേക്ക് പോകാം. The outer world is a reflection of the inner world. Other people's perception of you is a reflection of them. Your response to them is an awareness of you. ഫിലോസഫറും ഓഥറുമായ റോയ് ടി ബെന്നറ്റിൻ്റെ ഒരു കോട്ടാണിത്. ദ ഔട്ടർ വേൾഡ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഇന്നർ വേൾഡ്. നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ബാഹ്യലോകം. അതർ പീപ്പിൾസ് പെർസെപ്ഷൻ ഓഫ് യു ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദെം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ധാരണ അത് അവരുടെ പ്രതിഫലനമാണ്. എന്ന് വെച്ചാൽ അവരെങ്ങനെയാണോ അങ്ങനെ അവർ ബാക്കിയുള്ളവരെ കാണും. യുവർ റെസ്പോൺസ് ടു ദെം ഇസ് എൻ അവെയർനെസ് ഓഫ് യു. അവരോടുള്ള നിങ്ങളുടെ പ്രതികരണം അത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അവബോധമാണ്. ശരിയല്ലേ? It's our awareness, our perceptions that we see in others, isn't it?
നമ്മുടെ അനുഭവങ്ങളും ധാരണകളും പെർസെപ്ഷൻസും ഒക്കെ നാം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു, നമ്മൾ ഏത് കണ്ണട വെച്ചുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കാര്യങ്ങളെന്ന്. ശരിയല്ലേ? നമ്മുടെ ഉള്ളിൽ നല്ലത് കാണാനുള്ള കണ്ണുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവരുടെ നല്ലത് മാത്രം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നമ്മൾ കുറ്റങ്ങളും കുറവുകളും കാണുന്നുണ്ടെങ്കിൽ ആ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള ചേരുവകൾക്കനുസരിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടത് അവിടെ പുറത്തല്ല, ഇവിടെയാണ്, നമ്മുടെ ഉള്ളിൽ. പ്രത്യേകിച്ചും ജീവിതത്തിൽ കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ലെങ്കിൽ, നമുക്ക് സമാധാനമില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കണം. സോ വെൻ ടു ടേൺ ഇൻവേർഡ്സ്? ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റ്. ജീവിതത്തിൽ ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഇതാണോ ജീവിതം എന്നൊക്കെ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നാത്തവർ വളരെ കുറവാണല്ലേ. ലൈഫിലെല്ലാം ഉണ്ട്, പക്ഷെ ഒരു തൃപ്തിയില്ലായ്മ, ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാറില്ലേ? അപ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. എന്നിട്ട് ചോദിക്കണം, ആം ഐ ഫുൾഫില്ലിങ് മൈ ഇന്നർ നീഡ്സ്? ഞാൻ എൻ്റെ ആന്തരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ? നിറവേറ്റാത്ത ആവശ്യങ്ങൾ എനിക്കുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പ്രാവർത്തികമാക്കാൻ സാധിക്കാതെയാണോ ഞാൻ ഈ ജീവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നത്? അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. നെക്സ്റ്റ്, ലിവിങ് ഇൻ ഷുഡ്സ് ആൻഡ് വാട്ട് ഇഫ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വേണം എന്നുള്ള നിർബന്ധങ്ങളിൽ ജീവിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു ഫോഴ്സ്ഡ് ലൈഫായി തോന്നാം അല്ലേ? അതിനും പുറമെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഈ ഒരു ചോദ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ജീവിതങ്ങൾ ഏറെയാണ്. ശരിയല്ലേ? സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്തയ്ക്ക് വിട്ടുകൊടുത്താൽ നിരാശ മാത്രമേ നമുക്കുണ്ടാവൂ. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ കട്ടെടുക്കാനായി കള്ളൻ്റെ കയ്യിൽ നമ്മൾ തന്നെ താക്കോല് കൊടുക്കുന്ന പോലെയാണ് അല്ലേ? പിന്നെ ലിവിങ് ഇൻ വാട്ട് ഇഫ്സ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതായിരുന്നെങ്കിൽ എന്നുള്ള പ്രതീക്ഷകളിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റബോധങ്ങളിൽ ജീവിക്കുമ്പോൾ അപ്പോഴും വിഷമവും നിരാശയും തന്നെയായിരിക്കും റിസൾട്ട്. സന്തോഷവും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കണം. എന്നിട്ട് ചോദിക്കണം, ആം ഐ ലിവിങ് ട്രൂ ടു മൈസെൽഫ്? ഞാൻ എന്നോട് തന്നെ സത്യസന്ധമായി എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ചിന്തിക്കണം. അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. That will be the clear picture of our inner world. Next, difficulty making decisions. ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഇൻഡിസൈസീവ്നെസ് എന്ന് പറയും. എല്ലാത്തിനും ഒരു അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഓവർ തിങ്കിങ്ങിൽ നമ്മൾ പെട്ടുപോകും. ഇത് ആങ്സൈറ്റി, സ്ട്രെസ് എല്ലാം ഉണ്ടാക്കും. നമ്മുടെ ഉറക്കം, ഏകാഗ്രത ഇതെല്ലാം ബാധിക്കപ്പെടും. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും നമുക്ക് പ്രയാസം തോന്നും. ദെൻ ടേൺ ഇൻവേർഡ്സ് ആൻഡ് ആസ്ക്, ആം ഐ ഇൻ കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ? സാഹചര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണോ അതോ സാഹചര്യങ്ങളുടെ നിയന്ത്രണത്തിലാണോ ഞാനുള്ളത്? ചോദിക്കണം, ചിന്തിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രൂ പവർ കംസ് ഫ്രം കൺട്രോളിങ് ourselves, നോട്ട് ഫ്രം കൺട്രോളിങ് others ഓർ ഔട്ട്സൈഡ് കണ്ടീഷൻസ്.
യഥാർത്ഥ ശക്തി നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതിലാണ്. ആ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടുപെടുന്നതും സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നതും നമ്മുടെ മൂല്യങ്ങളുമായി ആ തീരുമാനങ്ങൾ പൊരുത്തപ്പെടാത്തത് കൊണ്ടാവാം. അപ്പോൾ നമ്മളത് നോക്കണം. അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടും ആവാട്ടോ. അതും നമ്മൾ നോക്കണം. This awareness will help us make the right choices and decisions in life. Next, conflicts in relationships. There are different types of relations in life. Family, friends, colleagues. ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ പരിപാലിക്കേണ്ടവയാണ്. എല്ലാ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കേണ്ടവയാണ്. പക്ഷെ ചിലപ്പോൾ അനാവശ്യമായ കലഹങ്ങളും ആശങ്കകളും പൊരുത്തക്കേടുകളും ഈ ബന്ധങ്ങളിൽ ഉണ്ടാകാം. ഇതൊക്കെ തെറ്റിദ്ധാരണകൾക്കും പ്രതികരണങ്ങൾക്കും കാരണവുമാകാം. ഇതെല്ലാം നമ്മുടെ വൈകാരിക ഊർജം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ എനർജിയെ ചോർത്തിക്കളയുന്നതുമാവും. അപ്പോൾ വി വിൽ ഫീൽ ഡ്രെയിൻഡ് ഔട്ട്, ഒറ്റപ്പെട്ടതുപോലെയും നമുക്ക് തോന്നാം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, ചോദിക്കണം, am I holding on to something that I need to let go of? ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ടോ? അതാണോ എൻ്റെ ഒറ്റപ്പെടലിനും ദുഃഖത്തിനും കാരണം? ടേൺ ഇൻവേർഡ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ആത്മാർത്ഥമായി കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യണം. We have to understand the most important relationship is the one with ourselves. അതുകൊണ്ട് ആദ്യം നമ്മളുമായി നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. എന്നാലേ ബാക്കിയുള്ളവരുമായി നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവും. ശരിയല്ലേ? അതിനായി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞ് മതിയാവും. സോ നൗ ലെറ്റ്സ് സീ ദ ഡിഫറെൻറ്റ് വേസ് ടു ടേൺ ഇൻവേർഡ്സ്. പ്രാക്ടീസ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഇമോഷണൽ അവെയർനെസ്. അതെ, ആത്മപരിശോധനയും വൈകാരിക അവബോധവും പരിശീലിക്കുക. ആത്മപരിശോധനയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ പടി. ഇത് തന്നെയാണ് റൂമി പറഞ്ഞതും, ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ് എന്ന്. കോൺഷ്യസ് ആയിക്കൊണ്ട് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഇമോഷണൽ പാറ്റേണുകൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഇമോഷണൽ പാറ്റേണുകൾ മനസ്സിലാക്കുന്നതാണ് ഇമോഷണൽ അവെയർനെസ്. അത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളുടെ തലത്തിൽ തന്നെ ആ മനസ്സിനെ പിടികൂടാൻ നമുക്ക് സാധിക്കണം. ക്യാച്ച് യുവർ നെഗറ്റീവ് തോട്ട്സ്. അസ്വസ്ഥതകൾ നമ്മളെ പിടികൂടുന്നതിന് മുമ്പേ ആത്മപരിശോധനയിലൂടെ അസ്വസ്ഥതകളെ നമുക്ക് പിടികൂടാം. അങ്ങനെ സന്തോഷവും സമാധാനവും ലഭിക്കാനായി എന്തൊക്കെ ചിന്തകൾ നമ്മൾ മാറ്റണം, എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പ്ലോർ our ബിലീവ്സ് ആൻഡ് കോർ വാല്യൂസ്. നമ്മുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും പര്യവേക്ഷണം ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ പരിശോധിക്കുക. ഈ വിശ്വാസങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അവ നമുക്ക് ഉപകാരപ്രദമാണോ എന്നും നമ്മൾ നോക്കണം. അപ്പോഴാണ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ ദീർഘകാലമായിട്ടുള്ള ആ വിശ്വാസങ്ങൾ നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായും വന്നേക്കാം. അത് അത്യാവശ്യം ചെയ്യണം. കാരണം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അതൊക്കെ ലെറ്റ് ഗോ ചെയ്തേ പറ്റൂ. ലെറ്റിംഗ് ഗോ ഉണ്ണികൃഷ്ണൻ സാർ നമ്മളെ പഠിപ്പിച്ചതാണല്ലോ. അത് നമ്മുടെ ശാക്തീകരണത്തിനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അത്യാവശ്യമാണ്. നെക്സ്റ്റ്, എൻഗേജ് ഇൻ മൈൻഡ് ബോഡി പ്രാക്ടീസസ്. മൈൻഡ് പ്ലസിലുള്ള നമ്മളെ ഇതാരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇതൊക്കെ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ലൈക്ക് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ ബ്രീതിങ്, ജേർണലിംഗ്, മൈൻഡ്ഫുൾ സെൽഫ് ടോക്ക്, ഇതെല്ലാം നമ്മുടെ ആന്തരിക ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നവയാണ്.
പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഇന്നർ ഡയലോഗ്, ആന്തരിക സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് കൂടുതലും ചെയ്യുന്നത്. സ്വയം ചോദ്യങ്ങൾ ചോദിച്ചാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്. നമ്മുടെ എല്ലാ കുറവുകളും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സിൻസിയറായി ഉത്തരങ്ങൾ കണ്ടെത്തണം കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ആം ഐ ലിവിങ് ട്രൂ ടു മൈസെൽഫ്? കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടില്ലേ, ആ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മളോട് ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണം. പിന്നെയുള്ള മൈൻഡ്ഫുൾ പ്രാക്ടീസാണ് നമ്മുടെ ജോർജ് സർ പഠിപ്പിച്ചു തന്ന ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എപ്രിസിയേഷൻ. വെരി പവർഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ടു റിയലൈസ് ആർ ട്രെഷർ ഇസ് വിത്തിൻ അസ്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ നമ്മളുമായി നമുക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും മനോഹരമായ ഒരു ആന്തരിക ലോകം സൃഷ്ടിക്കാനും കഴിയും. ടു ലിവ് ഹാപ്പിലി ഇസ് ആൻ ഇൻവേർഡ് പവർ ഓഫ് ദ സോൾ. റോമൻ എംപററും സ്റ്റോയിക് ഫിലോസഫറുമായിരുന്ന മാർക്കസ് ഒറീലിയസിൻ്റെ ഒരു കോട്ടാണ്. ഇൻവേർഡ് പവർ ഓഫ് ദ സോൾ, ആത്മാവിൻ്റെ ആന്തരിക ശക്തി. അതാണ് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത്. സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാനായി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയേറിയ പ്രപഞ്ചത്തെ നമ്മൾ കണ്ടെത്തണം. എന്ന് അജിത് സാറ് പറഞ്ഞ പോലെ സ്വർഗം ഇവിടെ തന്നെയാണ്, നമ്മളത് കണ്ടെത്തിയേ പറ്റൂ. That will lead us to a fulfilling life, a life of freedom. അതിൻ്റെ ഭാഗമായി നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് കടക്കാം. So please be ready for the meditation.